പറയാനും എന്നെ ഡിഫെൻഡ് ചെയ്യാനും രാഹുൽ ഈശ്വറിനോ ബാക്കി പുരുഷന്മാർക്കോ ആരുമില്ല എന്നുള്ളത് കൊണ്ട് അറിഞ്ഞ് ഒരു സോഫ്റ്റ് ടാർഗറ്റായി കണ്ട് വേട്ടയാടുകയല്ലേ? മാധ്യമങ്ങളുടെ മുമ്പിലാകട്ടെ പൊതുസമൂഹത്തിലാകട്ടെ അങ്ങനെ ഒരു വേട്ടയാടൽ ശരിയാണോ? പലപ്പോഴും ഈ നാട്ടിലെ പുരുഷന്മാർ ആ അർത്ഥത്തിൽ ലീഗലി അനാഥരാണ്, ലീഗൽ ഓർഫൻസ് അഥവാ നിയമപരമായി അനാഥരാണ്. നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്, എന്നിട്ടും എന്തിനാ വനിതാ കമ്മീഷൻ? വനിതകൾ മനുഷ്യരാണല്ലോ, സ്ത്രീകൾ എന്തായാലും മനുഷ്യരാണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓൾറെഡി ഉണ്ടായിട്ടും എന്തിനാ വനിതാ കമ്മീഷൻ? വനിതാ കമ്മീഷൻ വേണം കേട്ടോ, 100% വേണമെന്ന് പറയാൻ തന്നെയാണ് വരുന്നത്. വനിതാ കമ്മീഷൻ ഉള്ളത് സ്ത്രീകൾക്ക് അവരുടേതായ പ്രത്യേക പ്രശ്നങ്ങളുണ്ട്. കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോകാമെങ്കിലും കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷൻ എന്തുകൊണ്ടാണ്? കുട്ടികളുടെ പരാതികൾ പെട്ടെന്ന് പരിഹരിക്കാനും കുട്ടികളോടൊരു ഫ്രണ്ട്ലി അപ്രോച്ച്, അവർക്ക് മെന്ററിങ്, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനും സ്ത്രീകളുടെ മെന്ററിങ് ആൻഡ് കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയാണ് വനിതാ കമ്മീഷൻ. അതേപോലെ ഒരു ഒരു പുരുഷ കമ്മീഷൻ, മെൻസ് കമ്മീഷൻ വേണം. അതില്ലാത്തത് കൊണ്ടാണ്